നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് ചരിത്രത്തിൽ ആദ്യമായാണ് LDF-ന് തുടർ ഭരണം കിട്ടിയത്. പക്ഷേ 2026-ൽ സാഹചര്യം മാറുമെന്നും ഭരണമാറ്റം ഉണ്ടാകുമെന്നും ഒപ്പം UDF അധികാരത്തിൽ വരുമെന്നും അപ്പോൾ മന്ത്രിമാരാകാം എന്നും മനക്കോട്ട കെട്ടുന്ന കോൺഗ്രസ് എംപിമാരെ കുറിച്ചുള്ള വാർത്ത ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന മുന്നണികളുടെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളും മറ്റുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് 18 പുറത്തുവിടുന്നതാണ്. അങ്ങനെ ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ട വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത UDF കേന്ദ്രങ്ങളിൽ നിന്നുള്ളത്. അത് മന്ത്രിമാരാകാൻ മനക്കോട്ട കെട്ടുന്ന കോൺഗ്രസ് എംപിമാരെ കുറിച്ചുള്ളതാണ്. അടൂർ പ്രകാശ് ഉണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, ആന്റണി ഉണ്ട്, ബെന്നി ബെഹനാൻ ഉണ്ട്, MK രാഘവൻ ഉണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താൻ, K സുധാകരൻ എന്നിവരാണ് സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷ കൈവരിക്കുന്ന പ്രധാനപ്പെട്ട എംപിമാരായിട്ടുള്ള നേതാക്കൾ. ഇവർ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് അവരുടെ സ്ഥലം മാറണമെന്ന ആഗ്രഹമുള്ളതാണ്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു. സീനിയർ നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഭരണമാറ്റം ഉണ്ടായാൽ UDF-ന്റെ നേതൃത്വത്തിൽ ഒരു അധികാരം കിട്ടുമ്പോൾ തങ്ങൾക്ക് മന്ത്രിമാരാകാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്വപ്നങ്ങളുമായാണ് ഇവർ കഴിയുന്നത്. ഉദുമയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ ബെന്നി ബെഹനാൻ തൃക്കാക്കര, അങ്ങനെ മണ്ഡലം ഉൾപ്പെടെ ഓരോരുത്തരുടെയും മനസ്സിൽ കണ്ടിട്ടുണ്ട് ഏറ്റവും സാധ്യതകൾ ഉള്ള ഇടങ്ങൾ. ഒപ്പം തന്നെ ഭരണം ഉറപ്പിച്ചാൽ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ട് അങ്ങനെ വിജയം ഏറ്റവും ഉറപ്പിക്കാവുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ന്യൂസ് 18-ന്റെ വാർത്ത. ഈ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത വന്നതോടുകൂടി ഇതിനോട് പല നേതാക്കളുടെയും പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ അടൂർ പ്രകാശ് ഇങ്ങനെ ഒരു കാര്യം സ്ഥിരീകരിക്കുക കൂടി ചെയ്യുകയാണ്. നമുക്കറിയാം, അദ്ദേഹം ഇന്ന് ന്യൂസ് 18-നോട് പ്രതികരിച്ചത് പല ആളുകൾക്കും കേരളത്തിലേക്ക് വന്നാൽ കൊള്ളാം എന്ന ഒരു ആഗ്രഹമുണ്ട് എന്ന കാര്യം അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യം അടൂർ പ്രകാശ് സ്ഥിരീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടി പേര് ഉൾപ്പെടുന്ന ന്യൂസ് 18 റിപ്പോർട്ട് സ്ഥിരീകരിച്ചുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹം ഉള്ള നേതാക്കളുണ്ട് എന്ന കാര്യം അടൂർ പ്രകാശ് സ്ഥിരീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥികളെ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് മത്സരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. സ്ഥാനാർത്ഥിത്വ സാധ്യതയെക്കുറിച്ചുള്ള പഠനം നടക്കുകയാണ് ഇപ്പോൾ. അതനുസരിച്ചായിരിക്കും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്നതുകൂടി അദ്ദേഹം പറയുന്നു. എന്തായാലും അടൂർ പ്രകാശ് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. കോൺഗ്രസ് പ്രസ്ഥാനം തീരുമാനം എടുക്കേണ്ടതാണ്. പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാലും ആ തീരുമാനം നടപ്പാക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ അതിനെ തീരുമാനിക്കേണ്ടതായിട്ടുള്ളത്. അത് ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുക. അതിപ്പോ ആരൊക്കെ മത്സരിക്കണം, എന്തൊക്കെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് കോൺഗ്രസ് തീരുമാനം, ഹൈക്കമാൻഡും മറ്റും എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അതിന് ഒരു പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുന്നത്. അതിപ്പോ പല ആളുകൾക്കും കേരളത്തിലേക്ക് വന്നാൽ കൊള്ളാമെന്ന ആഗ്രഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമമായ ഒരു തീരുമാനം എടുക്കാനുള്ളത്. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയും UDF-ഉം എല്ലാവരും ഒന്നിച്ചിരുന്ന് തീരുമാനമെടുത്ത് അത് നടപ്പാക്കും. അത്രയേ ഉള്ളൂ. അപ്പോ സ്വന്തം താല്പര്യം മാത്രമല്ല, പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് കേരളം പ്രധാന കേന്ദ്രമാക്കാനുള്ള നീക്കം ഈ എംപിമാർ നടത്തുന്നത്. അവർ അതിനുള്ള ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ന്യൂസ് 18-ന്റെ റിപ്പോർട്ട്. എന്തുകൊണ്ട് ഇവർ മത്സരിക്കുന്നു എന്ന കാരണം നോക്കിയാൽ അത് ഒന്ന് പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണമാറ്റം ഉണ്ടാകുമെന്ന അടിയുറച്ച വിശ്വാസമാണ്. കേരളത്തിൽ ഭരണമാറ്റം എന്നത് ആസന്നമായിരിക്കുന്നു എന്ന അവരുടെ വിശ്വാസം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ UDF-ന് ഭരണം കിട്ടിയാൽ അവിടെ സീനിയർ നേതാക്കളായ തങ്ങൾക്കാണ് മന്ത്രിസ്ഥാനത്തിനുള്ള അവകാശവാദം. അതുകൊണ്ട് തന്നെ ആ അവകാശവാദം വളരെ നേരത്തെ തന്നെ ഊട്ടി ഉറപ്പിക്കുക എന്നതാണ് ഇവർ ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന്, കേന്ദ്രത്തിൽ ഇത്രയും സീനിയോറിറ്റിയുള്ള നേതാക്കൾ ഇവിടെ നിന്ന് ജയിച്ച് എംപിമാരായി കേന്ദ്രത്തിലെത്തി എന്നതുകൊണ്ട് മാത്രം അവർക്ക് അർഹമായ റോളുകൾ അവിടെ ലഭിക്കുന്നില്ല. നമുക്കറിയാം, ശശി തരൂരിനെ പോലെ ഉള്ളവർ പോലും തങ്ങൾക്ക് അനുയോജ്യമായ റോളുകൾ ഇല്ലാത്തതിൽ വലിയ അസ്വസ്ഥതയുള്ളവരാണ്. അപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എംപിമാരായി എത്തിയിരിക്കുന്നവർക്കും ദേശീയ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കേന്ദ്രത്തിൽ അങ്ങനെ ഒരു റോൾ ഇല്ല എന്ന ഒരു കാര്യം ബോധ്യമുള്ളതാണ്. അത് അവരെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. അത് മറ്റൊരു സാഹചര്യം.
ജാതി സമവാക്യം നിർണായകമാണ് എന്നത് പറയുന്നു. കേരളത്തിൽ വരാനിരിക്കുന്നതും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ ജാതി സമവാക്യങ്ങൾ വളരെ നിർണായകമായി വരുമ്പോൾ തങ്ങളുടെ സാന്നിധ്യം ജയം ഉറപ്പാക്കാൻ വളരെ അത്യാവശ്യം എന്ന ഒരു കാര്യം കൂടി ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കരുത്തന്മാർ ഇറങ്ങുമ്പോൾ കൂടുതൽ ജയസാധ്യതയുണ്ടാകും. അത് മറ്റ് മണ്ഡലങ്ങളെ കൂടി സ്വാധീനിക്കും. അത് മൊത്തത്തിൽ ഒരു ശക്തമായ മത്സരം എന്ന തോന്നൽ ഉളവാക്കും. അതൊക്കെ UDFന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും. ഇതൊക്കെയാണ് മത്സരത്തിന് കച്ചകെട്ടുന്ന MP-മാരുടെ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും ഇതുതന്നെയാണ്. അതേസമയം ഇത് പല തരത്തിലുള്ള മാനങ്ങളുള്ള ചർച്ചകൾക്ക് ഇടയാക്കുന്ന നീക്കം കൂടിയാണ്. അതിൽ തിരിച്ചടിയാകുന്ന പല ഘടകങ്ങൾ കൂടിയുണ്ട് എന്നതുകൂടി നമ്മൾ കാണണം. അത് എന്തൊക്കെയെന്ന് നോക്കിയാൽ പ്രധാനമായും ഹൈക്കമാൻഡ് ഈ വിഷയത്തിലെടുക്കുന്ന തീരുമാനം, അടൂർ പ്രകാശ് ഇതിനോട് പ്രതികരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നു, അത് തീരുമാനം വരേണ്ടത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നാണ്. ചില പഠനങ്ങൾ നടക്കുന്നുണ്ട്. സാധ്യതയും സാഹചര്യങ്ങളും നോക്കിക്കൊണ്ട് ആരാണ് അനുയോജ്യമായ സ്ഥാനാർത്ഥി, എന്താണ് മണ്ഡലത്തിന്റെ സാഹചര്യം, ഇവ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥി വേണമെന്ന കാര്യം തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് ഉയർത്തുന്ന എതിർപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത്തരം ആഗ്രഹങ്ങളുമായി നടക്കുന്ന MP-മാർക്ക് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒഴിയുന്ന സീറ്റ് MP-മാർ മത്സരിച്ചാൽ സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി വരും. കാരണം ഏതാണ്ട് 4 വർഷത്തോളം ഉള്ള ഒഴിവ് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യം ഉണ്ടാകും. അത് എങ്ങനെ ബാധിക്കും? ആ ഒഴിയുന്ന സീറ്റ് എങ്ങനെ നിലനിർത്തും? ഇത്രയും കരുത്തരായ നേതാക്കൾ മാറിയാൽ മറ്റാരെ കൊണ്ട് ആ സീറ്റ് നിലനിർത്തുമെന്ന ചോദ്യം പ്രധാനമായും ഉയരും. ജനങ്ങളോട് എങ്ങനെ വിശദീകരിക്കുമെന്ന കാര്യം, ഓരോ തെരഞ്ഞെടുപ്പിനും ചെലവാകുന്ന തുക എത്രയെന്നത് നമുക്കറിയാം. നേരത്തെയും ഇത്തരം പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ളതാണ്. അത് ഉണ്ടാക്കുന്ന അധിക സാമ്പത്തിക ബാധ്യത എത്രയെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്നു എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാകും. അടിക്കടി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളോട് ജനങ്ങൾ വൈമുഖ്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടിട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യം ഇതിന് തിരിച്ചടി സൃഷ്ടിക്കും. MP-മാരെ മത്സരിപ്പിച്ചാൽ ജനമെതിരാകുമോ എന്ന ആ ചോദ്യം, അത് സാധ്യതയെ കൂടി തിരിച്ചടിയാക്കിക്കും. അത് വേണമെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അത്തരം കാര്യങ്ങൾ ചർച്ചയാക്കാനും ജനവികാരം എതിരാക്കാനും ഇടയാക്കും എന്ന സാഹചര്യം മാത്രവുമല്ല, ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നതൊക്കെയും വളരെ പ്രധാനപ്പെട്ട സീനിയർ നേതാക്കളാണ്. അടൂർ പ്രകാശും കൊടിക്കുന്നിൽ സുരേഷും ആന്റോ ആന്റണിയും ബെന്നി ബെഹനാനും MK രാഘവനും രാജ്മോഹൻ ഉണ്ണിത്താനും K സുധാകരനുമൊക്കെ വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ചവരാണ്. ഏറെക്കാലം ഡൽഹി കേന്ദ്രീകരിച്ചവർ ഉണ്ട് അതിൽ. അപ്പോൾ അവരൊക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നത് യുവാക്കളുടെ സാധ്യതകളെ തല്ലിക്കെടുത്തുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായും അതിനെതിരെ, ആ നീക്കത്തിനെതിരെ എതിർപ്പുയരാൻ പോകുന്നത് യുവാക്കളുടെ ഭാഗത്തു നിന്നാണ്. അത് നേരിടുക എന്നത് വെല്ലുവിളിയാണ്. എന്തായാലും ഒരുക്കങ്ങൾ പ്രാരംഭഘട്ടത്തിൽ നടക്കുകയാണ്. അല്ലെങ്കിൽ ചർച്ചകൾ അങ്ങനെ നടക്കുമ്പോൾ തന്നെയാണ് തങ്ങളുടെ മനസ്സിലിരിപ്പ് അത് സാധ്യമാക്കാനുള്ള, അല്ലെങ്കിൽ ആ ആഗ്രഹം, മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടുള്ള ഉടുപ്പുകൾ തുന്നിക്കൊണ്ട് അതിനുള്ള നീക്കങ്ങൾ MP-മാർ സജീവമാക്കുന്നത്. പക്ഷേ ഏറെ വെല്ലുവിളികൾ മുന്നിലുണ്ട്. ഹൈക്കമാൻഡ് ആയിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, ഒരു മണ്ഡലം ജയിക്കാൻ സീനിയറായിട്ടുള്ള MP ഇറങ്ങിയേ മതിയാകൂ എന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത്തരം നീക്കങ്ങൾക്ക് ഹൈക്കമാൻഡ് തയ്യാറായേക്കും. നേരത്തെയും അങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.